പ്രിയ ബേബി. ഞാൻ സെൻറ്റ് അൽഫോൻസ സീറോ മലബാർ ചർച്ച് എഡ്മണ്ടൺ കാനഡയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇവിടെ വരാനുള്ള കാരണം, ഞാൻ എൻഗ്ലക് സാറിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഫെബ്രുവരി 2022 എക്സാം എഴുതി. ആ എക്സാം ഞാൻ ഫെയിലായിപ്പോയി. അപ്പോഴാണ് യൂട്യൂബിൽ ഇങ്ങനെ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ കണ്ടത്. ആ സാക്ഷ്യങ്ങൾ കണ്ടതിൻ്റെ ഫലമായിട്ട് ഒരു ചേച്ചി 6ൻ്റെ സാക്ഷ്യം പറഞ്ഞു. 7 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എക്സാം പാസ്സായി എന്ന്. അപ്പോൾ ഞാൻ അതുപോലെ 7 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ജൂൺ 2022 എക്സാമിന് വേണ്ടി ഡേറ്റ് എടുത്തു. എക്സാം പാസ്സാവുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂൺ 1 2022 എക്സാം എഴുതി. അതിൻ്റെ റിസൾട്ട് ജൂൺ 3 വന്നപ്പം ഞാൻ എക്സാം പാസ്സായി. ജൂൺ 4 ഇന്ത്യക്ക് വരാനുള്ള ടിക്കറ്റ് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിരുന്നതാണ്. ജൂൺ 30 ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഉടമ്പടി വഴി കിട്ടിയ അനുഗ്രഹങ്ങൾ മൂന്നാമത് വെച്ചതിനാണ് എൻ്റെ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ കറക്റ്റായിട്ട് കിട്ടണമെന്നുള്ളത്. ഞാൻ എക്സാം എഴുതിയിരുന്നത് ഇലിനോയ്സ് അമേരിക്കയിലാണ്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള പേപ്പർ ഞാൻ തിരിച്ച് തന്നിട്ട് അയച്ചതിന് ശേഷം എനിക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ ശരിയാവുന്നുണ്ടായിരുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. 2 മാസം ഏകദേശം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി 11 മണിയോടുകൂടി എനിക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി എന്നൊരു ഇമെയിൽ വന്നു. രാത്രി 11 മണിക്ക് അവിടെ ഒരു ഓഫീസുമുള്ള സമയമല്ല. അപ്പോൾ അമ്മ മാതാവ് തന്നെയാണ് എനിക്ക് വേണ്ടിയിട്ട് ആ രജിസ്ട്രേഷൻ ശരിയാക്കി തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം ആ രജിസ്ട്രേഷൻ കാനഡയിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോസസ്സിങ്ങിലായിരുന്നു. അപ്പോൾ അവിടെ ഒണ്ടാരിയോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പേപ്പർ വെച്ചിരുന്നത്. ഞാൻ താമസിക്കുന്ന സ്ഥലം എഡ്മണ്ടൺ ആണ്. എഡ്മണ്ടനും ഒണ്ടാരിയോയും തമ്മിൽ 5 മണിക്കൂർ ഫ്ലൈറ്റിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ പോയി 1 വർഷത്തോളം ജോലി ചെയ്താൽ മാത്രമേ രജിസ്ട്രേഷൻ എഡ്മണ്ടണിലോട്ട് മാറ്റി കിട്ടുള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ പ്രാർത്ഥനയുടെ ഫലമായിട്ടും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും 2 മാസത്തിന് ശേഷം രജിസ്ട്രേഷൻ എഡ്മണ്ടണിലോട്ട് എനിക്ക് മാറ്റി കിട്ടി. എനിക്കവിടെ പോയി ജോലി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അവർ മെയിൽ അയച്ച് പറയുകയും ചെയ്തു. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. അടുത്ത ഉടമ്പടി നിയോഗം എനിക്ക് സാധിച്ചു കിട്ടിയത് എൻ്റെ 2ാമത്തെ പ്രസവത്തിന് ശേഷം എനിക്ക് യൂട്രസും ബ്ലാഡറും താഴോട്ട് ഇറങ്ങി വരുന്ന പ്രൊലാപ്സിൻ്റെ അസുഖമായിരുന്നു. അപ്പം യൂട്രസ് 3rd ഡിഗ്രിയും ബ്ലാഡർ 4th ഡിഗ്രി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2 മാസം കഴിഞ്ഞപ്പം ഉടമ്പടി ധ്യാനം പങ്കെടുത്തുകൊണ്ടിരുന്നപ്പം ജോസഫ് അച്ഛൻ ഇവിടെ പറഞ്ഞു, 38 വയസ്സോളം പ്രായമുള്ള ഗർഭാശയ സംബന്ധമായ പ്രശ്നമുള്ള ഒരാളുടെ അസുഖം യേശു മാറ്റിത്തരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ തന്നെയാണെന്ന് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഏകദേശം 2.5 മാസം കഴിഞ്ഞപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം സ്കാൻ ചെയ്യാൻ വേണ്ടി പോയപ്പം അവർ പറഞ്ഞു യൂട്രസും ബ്ലാഡറും എവിടെ തന്നെയാണോ ഇരിക്കേണ്ടത് അവിടെ തന്നെ അത് കൃത്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന് ശേഷം പ്രഗ്നൻസിയിൽ കൃത്യമായിട്ട് എനിക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡേറ്റ് കിട്ടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എനിക്ക് ഓൾറെഡി 2 കുട്ടികളുണ്ട്, സഹായത്തിനൊന്നും ആരുമില്ല. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മാതാവ് എനിക്ക് ജസ്റ്റേഷൻ ഡയബറ്റീസിൻ്റെ അസുഖമാണെന്ന് പറഞ്ഞു. പക്ഷേ അസുഖത്തോടു കൂടി എനിക്ക് ഡോക്ടർ ജൂൺ 7 എന്നൊരു ഡേറ്റ് കറക്റ്റായിട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് തന്നു. ഇവിടത്തെ പോലെ കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലാനും അഡ്മിറ്റ് ആവാനും ഒന്നും അവിടെ സമ്മതിക്കത്തില്ല. അവിടെ നമുക്ക് പോകാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കൃത്യമായിട്ട് വേദന വരുമോ എന്തെങ്കിലും ചെയ്യാതെ അവർ അഡ്മിറ്റ് ആക്കത്തില്ല. പക്ഷേ എനിക്ക് മാതാവ് ജൂൺ 7 എന്നൊരു ഡേറ്റ് തന്നതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പോവാനും കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നു. എനിക്ക് കുട്ടികളെ ഭർത്താവിൻ്റെ അടുത്ത് നോക്കാൻ ഏൽപ്പിക്കാനും എല്ലാത്തിനുമുള്ള സാഹചര്യം ഒരുക്കി തന്നു.
ജൂൺ 8-ാം തീയതി എനിക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആയിട്ട് കൂടി സുഖപ്രസവത്തിലൂടെ ഒരു കുഴപ്പങ്ങളും കൂടാതെ കുഞ്ഞിനെ തന്നു. പിന്നെ അടുത്ത ഉടമ്പടി വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹം, എൻ്റെ ഭർത്താവ് ഒരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 10 വർഷമായിട്ട് അതിൻ്റെ വിൽപ്പന നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതും ഉടമ്പടിയിൽ 5-ാമത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നതാണ്. അത് 10 വർഷം കൊണ്ട് നടക്കാത്ത കാര്യം 10 മാസം കൊണ്ട് മാതാവും ഈശോയും കൂടി ഞങ്ങൾക്ക് നടത്തി തന്നു. ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു.